ഹായ് ഫ്രണ്ട്സ്, ഓസൻ ടിപ്സ് ആൻഡ് ടെക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മറ്റൊരു അടിപൊളി കിടലൻ ട്രിക്കുമായിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ എങ്ങനെ സിമ്പിളായിട്ട് നമുക്കൊരു ഗ്യാസ് സിലിണ്ടർ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവും ഗ്യാസ് സിലിണ്ടറും നിർമ്മിച്ചെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ട്രിക്കാണ്. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാ സുഹൃത്തുക്കളും ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടനടി നോട്ടിഫിക്കേഷനെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഈ ഗ്യാസ് സിലിണ്ടർ നിർമ്മിക്കാനായിട്ട് പ്ലാസ്റ്റിക് കുപ്പിയാണ് ആവശ്യം. 2 കുപ്പിയാണ് നമുക്കിവിടെ ആവശ്യം. ഇവിടെ ഒന്നിൽ ഞാൻ പെട്രോളും ഒന്നിൽ അല്പം പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ രണ്ടും കൊണ്ടാണ് നമ്മൾ ഗ്യാസ് സിലിണ്ടർ നിർമ്മിച്ചെടുക്കാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള കുപ്പികൾ നിങ്ങളവിടെ സ്വാഭാവികമായിട്ട് കിട്ടുന്ന ഒരു കുപ്പിയാണ്. മിനറൽ വാട്ടറിൻ്റെ മറ്റും കുപ്പികളാണ് ഇത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാകും. നമുക്ക് ഈ കുപ്പി കൊണ്ടാണ് ഇന്നത്തെ ഗ്യാസ് സിലിണ്ടർ ഉണ്ടാക്കേണ്ടത്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഫിഷ് ടാങ്കിൽ മറ്റും ഇരിക്കുന്ന ഓക്സിജൻ സിലിണ്ടർ. ഇത് എൻ്റെ വീട്ടിലുള്ള ഫിഷ് ടാങ്കിലിരുന്ന ഓക്സിജൻ സിലിണ്ടറാണിത്. അതോടൊപ്പം നമുക്ക് അതിൽ ഘടിപ്പിക്കുന്ന ട്യൂബ് ഏകദേശം ഇത് കുറച്ചേ ഉള്ളൂ. ഏകദേശം നമുക്കൊരു 2-3 മീറ്റർ ആവശ്യമുണ്ട്. പിന്നെ MC നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി MC ആവശ്യമുണ്ട്. അടുത്തതായി നമുക്ക് ഈ കുപ്പിയുടെ ബോട്ടിലിൽ ഹോൾ ഇട്ട് എടുക്കേണ്ടതുണ്ട്. നമുക്ക് ഈ ട്യൂബ് ഫിറ്റ് ചെയ്ത് വയ്ക്കുവാൻ വേണ്ടി നമുക്ക് ഈ കുപ്പിയുടെ ബോട്ടിലിൽ നമുക്ക് ഹോൾ ഇട്ടെടുക്കേണ്ടതുണ്ട്. നമുക്കതുകൊണ്ട് 2 കുപ്പിയുടെയും ബോട്ടിലിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്തെടുക്കാം. നമുക്ക് പെട്രോളിൻ്റെ ഇപ്പോൾ എടുക്കണ്ട, അതെങ്കിൽ പെട്രോൾ എയറിൽ അത് പോകുവാനിടയാക്കും. അതുകൊണ്ട് നമുക്ക് പെട്രോൾ മാറ്റി വയ്ക്കാം. മറ്റ് 2 കുപ്പികളുടെ ബോട്ടിൽ എടുത്തിട്ട് നമുക്കത് ഹോളിട്ടെടുക്കാം. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെ ഹോൾ ഇടണമെന്ന്. ഒരു ബോട്ടിലിൻ്റെ അടപ്പിലായിട്ട് 2 ഹോളാണ് നമ്മൾ ഇട്ടെടുക്കേണ്ടത്. ഇവിടെ ഹോൾ ഇടാനായി ഞാൻ എടുത്തിരിക്കുന്നത് സോൾഡറിങ് അയണാണ്. നിങ്ങൾക്ക് വേറെ പല മെത്തേഡും ഉപയോഗിക്കാം. ഇത് അല്പം കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ സോൾഡറിങ് അയൺ എടുക്കുന്നത്. ഇവിടെ ഞാൻ ഹോൾ ഇട്ട് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാം. ഒരു കുപ്പിയുടെ അടപ്പിൽ 2 ഹോള് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ട്യൂബ് കയറാൻ പാകത്തിനാണ് ഞാൻ ഇവിടെ 2 ഹോൾ ഇട്ടിരിക്കുന്നത്. മറ്റു കുപ്പിയുടെ അടപ്പിലേക്ക് ഞാനത് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. 2 കുപ്പിയിലും ആയിട്ട് ഞാൻ കുപ്പിയുടെ അടപ്പിലായിട്ട് ഞാൻ ഹോളിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ഹോളിട്ടെടുത്ത അടപ്പിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന ആ ട്യൂബ് നമുക്കത് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ ട്യൂബ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നതാണ് ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ള പണിയെന്ന് പറയുന്നത്. നമ്മളത് നോക്കി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്നുണ്ട്. നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഇത് ഹോളിട്ട് കാണിച്ചത്. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുക. നീല അടപ്പിൽ നിന്ന് പച്ചയിലേക്ക് പോകുന്ന ട്യൂബ്, ആ നീലയിൽ വലുതായിരിക്കുന്നത് പച്ചയിൽ ചിലപ്പോൾ ചെറുതാകുന്നുണ്ട്. പിന്നെ ആ നീലയിൽ ചെറുതായിട്ടൊന്ന് ഔട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ പച്ചയിൽ വലുതായിട്ടുള്ള ഒരു ട്യൂബാണ് ഔട്ട് പോയിരിക്കുന്നത്. ഈ മാനറിലാണ് നിങ്ങളത് ചെയ്തെടുക്കേണ്ടത്. ആ ട്യൂബ് കണക്ട് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ വീഡിയോ 2-3 പ്രാവശ്യം നോക്കി വേണം ചെയ്യാൻ. ഇനി നമ്മൾ നോക്കേണ്ടത് ആ പച്ച അടപ്പ് വരുന്ന ഭാഗം നമ്മൾ പെട്രോളിലും ആ നീല അടപ്പ് വരുന്ന ആ ഭാഗം നമ്മൾ വെള്ളത്തിലുമായിട്ട് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ആ പച്ച അടപ്പുള്ള ആ ഭാഗം പെട്രോളിൽ ഇറങ്ങുന്ന ആ ഭാഗം നല്ല താഴ്ചയുണ്ട്. നിങ്ങൾ നോക്കുക. ആ ഒരു ഭാഗമാണ് വെളിയിലേക്ക് ഔട്ട് പോകുന്നത്. വെള്ളത്തിൽ ഇറങ്ങുന്ന ഭാഗം പെട്രോളിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. അതുപോലെ വെള്ളത്തിൻ്റെ ഇതിൽ മുകളിലായി ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് പുറത്ത് ഔട്ടായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നന്നായിട്ട് വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ പെട്രോളിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന ആ ഭാഗത്ത് നമ്മൾ നമ്മുടെ ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ചു കൊടുക്കണം. ശ്രദ്ധിച്ച് നോക്കുക. ആ പെട്രോളിൻ്റെ ഇതിലായി പുറത്തേക്കുന്ന ആ ഭാഗത്ത് നമ്മൾ നമ്മുടെ ഓക്സിജൻ്റെ സിലിണ്ടർ ഘടിപ്പിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ വർക്ക് പൂർണ്ണമായും കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം. പൂർണ്ണമായി അത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഓക്സിജൻ സിലിണ്ടർ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് എയർ പെട്രോളിലേക്ക് വന്ന് അതിൽ നിന്ന്
ഗ്യാസ് കൺവെർട്ടായി വെള്ളത്തിലേക്ക് പോയി നമുക്ക് ഔട്ട് ഗ്യാസായിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം രണ്ടും ഒരുപോലെ വർക്കിംഗ് ആവുന്നുണ്ട്. ആ വെള്ളത്തിൻ്റെ ട്യൂബ് കാണുന്ന ആ ട്യൂബിലൂടെ നമുക്ക് ഗ്യാസ് പുറത്തേക്ക് ലഭിക്കുന്നത് ഈ സമയം നമുക്ക് ലഭിക്കുവാനിടയാകും. ഞാൻ ആ ട്യൂബ് അല്പം കൂടെ നീട്ടുകയാണ്. ഇത് തീരെ ചെറുതായിപ്പോയി, അതുകൊണ്ട് ആ ട്യൂബിലേക്ക് അല്പം ഒരു ചെറിയ കണക്ഷനും കൂടെ കൊടുത്ത് അല്പം കൂടെ നീട്ടിയെടുക്കുകയാണ്. കാരണം ഇത് നീട്ടിയെടുക്കാൻ കാരണം നമ്മൾ പെട്രോളിൻ്റെ അടുത്ത് വെച്ച് ഒരിക്കലും തീ കത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ആ കണക്ഷൻ എടുക്കുന്ന ആ ട്യൂബിന് അല്പം നീളം കൂടുതൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് എപ്പോഴും സേഫ്റ്റി. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് വേണം ചെയ്യാൻ. എല്ലാ സുഹൃത്തുക്കളും അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് കത്തിച്ച് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ നന്നായിട്ട് ഫ്ലെയിം വരുന്നുണ്ട്. നല്ല പവർഫുള്ളായിട്ട് ഗ്യാസിൽ നിന്ന് വരുന്ന അതേ പവറിൽ തന്നെ ഫ്ലെയിം അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ വർക്ക് പൂർണ്ണമായി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഗ്യാസിൻ്റെ സ്റ്റൗ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഗ്യാസ് സ്റ്റൗ ചെയ്യാൻ ഞാനിവിടെ എടുത്തിരിക്കുന്ന നമ്മുടെ ഒഴിഞ്ഞ പെയിൻറ്റിൻ്റെ ചെറിയ ടിന്നാണ്. ഇത് നമ്മുടെ വീട്ടിലെല്ലാം സ്വാഭാവികമായി കാണും. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലായി നമുക്ക് കുറച്ച് ഹോൾ ഇട്ടെടുക്കാം. കോമ്പസോ ഡിവൈഡറോ അതല്ല ചെറിയ ആണികളോ കൊണ്ട് നമുക്ക് ഹോൾ ഇട്ടെടുക്കാം. ഞാനിവിടെ ആൾറെഡി ഒന്ന് ഹോൾ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതുപോലെ നിങ്ങൾ ഹോൾ എടുത്താൽ മതി. അതുപോലെ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ആ ട്യൂബ് ഘടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി, ഗ്യാസ് വരുന്ന ആ ട്യൂബ് ഘടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു ഹോൾ ഇട്ടെടുക്കുക. അതുപോലെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വലിയ തെർമോക്കോളാണ്. അത് ഫാനൊക്കെ വാങ്ങുമ്പോൾ അതിലുണ്ടാകുന്ന ഒന്നാണ്. നിങ്ങൾക്ക് തെർമോക്കോൾ കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പൊക്കത്തിൽ ഉള്ള ബേസ് ബോർഡോ വല്ലതും ചെയ്തെടുത്താലും മതി. ഇപ്പോൾ കാണാം ഇത് കറക്റ്റ് അതിനകത്ത് സൂട്ടായിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത് എടുക്കാനിടയായത്. നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ച് എടുക്കാം. ഞാൻ ഇതിൻ്റെ ഒരു സൈഡിലായി ആ ട്യൂബ് കയറി പോകാൻ കണക്കിന് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുവഴി ആ ട്യൂബിനെ നമുക്ക് കടത്തിവിടാം. ഇപ്പോൾ ആ ട്യൂബ് അതുവഴി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പെയിൻറ്റ് ടിന്നിൻ്റെ നമ്മളിട്ട ഹോളിലേക്ക് നമുക്ക് ആ ട്യൂബ് കടത്തി നന്നായിട്ട് അത് ഫിറ്റായിരിക്കുന്ന വിധത്തിൽ ചെയ്തെടുക്കാം. തുടർന്ന് അതിൻ്റെ ആ പിൻ സൈഡിൽ നമുക്ക് ആ അടപ്പ് കൊണ്ട് നന്നായിട്ട് അടച്ച് അത് നമ്മൾ സേഫാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ ഇപ്പം വളരെ കറക്റ്റായിട്ട് അതിനകത്ത് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ സാധാ ഗ്യാസ് സ്റ്റൗവിലുള്ളതാണ്. ഇത് ഞാൻ അമ്മയോട് തൽക്കാലം കടം ചോദിച്ച് വാങ്ങിയതാണ്. ഇത് ജസ്റ്റ് വയ്ക്കുമ്പോൾ നമുക്കൊരു നല്ല ഫീലിംഗ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഒറിജിനൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അത് കൂടെ എടുത്ത് വച്ചിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സ്റ്റൗ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതുകൊണ്ട് നമുക്ക് ആ സ്വിച്ച് അവിടെ ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്കാണ് ഇപ്പോൾ വളരെ നന്നായിട്ട് ഫ്ലെയിം അതിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു കടായി അതിലോട്ട് വച്ച് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് നോക്കാം. കുക്ക് ചെയ്യാൻ എനിക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ഇല്ല. ജസ്റ്റ് ഒരു ഹാഫ് ബോയിൽ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വലിയ കുക്കിംഗ് എക്സ്പേർട്ടൊന്നുമല്ല. ജസ്റ്റ് ഒന്ന് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്കൊരു ഹാഫ് ബോയിൽ ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണാൻ കഴിയും വളരെ നന്നായിട്ട് അത് പ്രിപ്പയറായി വരുന്നുണ്ട്. നമ്മുടെ ഒറിജിനൽ ഗ്യാസിൽ ചെയ്യുന്നത് പോലെ തന്നെ നമുക്കത് കിട്ടും. വളരെ നന്നായിട്ട് അത് നല്ല ഫ്ലെയിം വരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയും. വളരെ പവർഫുള്ളായിട്ട് ഇത് വർക്ക് ചെയ്യുന്ന ഒന്നാണ്. പെട്രോളും അധികം നമുക്ക് പോകുന്നില്ല. ഞാൻ എടുത്ത അതേ അളവിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യുന്നതാണ്. നമ്മൾ എപ്പോഴും സേഫായിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വളരെ നന്നായിട്ട് ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയി ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഗ്രൂപ്പിൽ അറിയിക്കാം. അത് ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.